Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ബോബി എന്താ കഴിക്കാത്തെ? എടോ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇതിനിടയിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അതെന്താ ബോബി അങ്ങനെ ചോദിക്കുന്നേ? താനിപ്പോൾ എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോയ പോലെ. അതൊക്കെ ബോബിയുടെ തോന്നലായിരിക്കും. ഹലോ, എടാ, എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം. അതൊക്കെ ഞാൻ നേരിട്ട് പറയാം. ആ, ഹലോ. ഞാനിവിടെ എത്തി. എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്. ആ, ഹായ്. ഹായ്, ഇരിക്ക്. ഒരുപാട് നേരമായോ വന്നിട്ട്? കുറച്ചു നേരമായി. പിന്നെ ആവശ്യക്കാരന് ഔചിത്യം പാടില്ലല്ലോ. അയ്യടാ, സച്ചിനെ, പുള്ളിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതെന്താ? ഇന്ന് രാവിലെ പുള്ളി എന്തോ സംശയമുള്ള പോലെ എന്നോട് സംസാരിച്ചത്. അപ്പൊ അഭിനയം ഏറ്റിട്ടുണ്ട്. സിനിമയിലൊക്കെ ട്രൈ ചെയ്തൂടെ? ഓ പിന്നെ, കളിയാക്കല്ലേ. അപ്പൊ ഇനി എങ്ങനെയാ പ്ലാൻ? ഇനി എന്താ, നാളെയാണ് ബോബിയുടെ ബർത്ത്ഡേ. നാളെ നീ വീട്ടിലേക്ക് വരുന്നു, നമ്മൾ തമ്മിൽ ബന്ധമാണെന്ന് പുള്ളിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നിട്ട് ബോബി അന്തം വിട്ട് നിൽക്കുമ്പോൾ എല്ലാം പ്രാങ്കായിരുന്നു എന്ന് വിളിച്ചു പറയുന്നു. ബോബി ചമ്മി നിൽക്കുന്നു.
അവസാനം കളി കാര്യമാവാതിരുന്നാ മതി. നിനക്കെന്താ പേടിയാണോ? ഇതൊക്കെ ഒരു ഫണ്ണല്ലേ മോനെ? ഹാ, ഫണ്ണായാ മതി. സച്ചിനെ, ബോബി എത്തി. ക്യാമറയെല്ലാം ഓണല്ലേ? ആ, അതെല്ലാം ഓക്കെയാണ്. എടാ, എല്ലാം ഓക്കെ ആണല്ലോ. ബോബിയുടെ ചമ്മിയ ഫേസ് ശരിക്ക് കിട്ടണം. എടി, ബോബി ഇതെങ്ങാനും സീരിയസ് ആയിട്ട് എടുക്കുവോ? നീ വെറുതെ ടെൻഷൻ ആവല്ലേ. അഥവാ ബോബിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മുടെ പ്ലാനിങ് ആണെന്ന് അറിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. ഉം. ഡാ വാ വാ, ബോബി എത്തി. എടാ, ഓക്കെ അല്ലേ? ഓക്കെ ഉം. ഓക്കെ ആയാ മതി. ബോബി, ഇത് ബോബിയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് തരാനായിട്ട് ഞങ്ങൾ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തതാ. ഹാപ്പി ബർത്ത്ഡേ ബോബി. ഡോറ് തുറന്നിടന്നപ്പോഴേ ചിന്തിക്കണ്ടേടാ മണ്ട. പ്രാങ്ക് ആയിരുന്നല്ലേ? ഞാൻ പെട്ടെന്ന് ടെൻഷനായിപ്പോയി. ഡോറ് തുറന്നിടന്നപ്പോഴേ ഞാൻ ചിന്തിക്കണമായിരുന്നു എന്തോ പണിയുണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് ഞാൻ കേക്കെടുക്കാം. എന്താണ് കാണിച്ചേ? അയ്യോ, ഒന്നും വേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞാണ്. എടാ എടാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. അവള് മരിച്ചോടാ. എടാ, ഒന്ന് വിശ്വസിക്കടാ ബോബി. ഈ പ്രാങ്കിന്റെ പരിപാടി തുടങ്ങിയിട്ട് എത്ര ആളായി? എടാ ബോബി, ഞാനാടാ സച്ചിൻ. കുറച്ചുനാൾ കാണാതായപ്പോ മറന്നല്ലേ? കൊള്ളാടാ. അല്ലടാ, കാറ് ബ്രേക്ക് ഡൗൺ ആയി, അതിന്റെ ടെൻഷനിലായോണ്ട്. ആണോ? മെക്കാനിക്കിനെ വിളിച്ചില്ലേ? ഇല്ലടാ, സൺഡേ അല്ലേ, അപ്പൊ അതുകൊണ്ട് അടുത്തൊന്നും ആളില്ല. അകത്താരാ? അത് വൈഫാടാ, നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോയിട്ടിരുന്ന വഴിയാ. എടാ, ഒരു കാര്യം ചെയ്യ്, വെറുതെ ഒന്ന് പോസ്റ്റ് ആവണ്ട. നീ കേറിക്കോ, ഞാൻ വീട്ടിലാക്കി തരാം. അല്ലടാ, അത് ഞാൻ നോക്കിക്കോളാം. എന്ത് നോക്കിക്കോളാന്ന്? വലിയ ആള് കളിക്കല്ലേ, വാ കേറ് കേറ്. എടോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് സച്ചിൻ, അവനാണ്. വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്നാ പറയുന്നത്. ഇവിടെ ഇങ്ങനെ എന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് പോവാം.
താങ്ക്സ് അളിയ. താങ്ക്സ് മാത്രമേ ഉള്ളല്ലേ, ഒരു ചായ എങ്കിലും. ഓ സോറിടാ, നീ കയറുവാ. വാടാ. ഞാൻ ചായ എടുക്കാം. കടുപ്പം കുറച്ച് മതിയേ. ഹാ. വാടാ, അവിടെ ഇരിക്കാം. ആ ഇരിക്കടാ. നീ ഇപ്പം എന്താ പരിപാടി? ഞാനിവിടെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എങ്ങനെയുണ്ട് ജോബ്? ആ കുഴപ്പമില്ലടാ, ഓക്കെയാണ്. നീയോ? പപ്പ മരിച്ചപ്പോൾ പുള്ളിയുടെ ജോബ് ഇപ്പം ഞാൻ ഏറ്റെടുത്തു. അതൊക്കെ നോക്കി അങ്ങനെ. ആ ഒരു മിനിറ്റ്. ആ. ഹലോ. ആ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇവിടുന്ന് നേരെ അങ്ങോട്ടാ. ഇല്ല, ലേറ്റാവില്ല. ഓക്കെ. വൈഫാ. ഈവനിങ് ഒരു ഷോപ്പിംഗ് ഉണ്ട്, ഓ, മറക്കാതിരിക്കാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചതാ. ചായ കുടിക്ക്. ആ അടിപൊളി ചായ ആണല്ലോ. താങ്ക് യു. ദീപ്തി എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഏതുവരെ പഠിച്ചു? MA ലിറ്ററേച്ചറാണ്. കൊള്ളാം. ഒരു MA കാര്യം കൊണ്ടാണല്ലേ നീ വീട്ടു ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നേ. ജോബ് എന്തെങ്കിലും നോക്കാത്ത എന്താ? നോക്കണം. ഒരു കാര്യം ചെയ്യ്, റെസ്യൂമേ എനിക്കൊന്ന് മെയിൽ ചെയ്തേക്ക്. ഞങ്ങളുടെ ഇവിടെ അഡ്മിനിസ്ട്രേഷനിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. HR ഞാൻ സംസാരിക്കാം. പിന്നെ ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് കൊടുക്കാം. നിന്റെ ഇഷ്ടം. ഞാൻ അയച്ചേക്കാം. ആ ശരി. ഒരു മിനിറ്റ്. ഹലോ. ആ ഹലോ, ഒരു സെക്കൻഡ്. ആ ആരാണ് വീട്ടിൻ്റെ അകത്ത് പുതിയൊരാള്? ഇന്നത്തെ കാലത്തെ ഓരോരുത്തന്മാര് വീട്ടിൽ വിളിച്ചു കയറ്റുമ്പോൾ സൂക്ഷിക്കണം. അല്ല, അതെൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്താണേലും ആരാണേലും സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. കാലം വല്ലാത്തയാണേ. അയ്യോ, എന്ത് പറ്റിയടാ? അല്ലടാ, ഇത് ചായ ഒന്ന് ഷർട്ടിൽ വീണതാ. ഓ എടാ, കുഴപ്പമുണ്ടോ? എടാ ഇല്ലടാ, കുഴപ്പമില്ല. ശരി, ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ഓക്കേടാ, കാണാം. ഓക്കേടാ. ഓ ശരി. എന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ടാണ് ജോലി കിട്ടിയത്. ഒരു താങ്ക്സ് എങ്കിലും. ഫ്രണ്ട്സിനിടയ്ക്ക് താങ്ക്സ് ഒക്കെ വേണോ? വേണ്ടെങ്കിൽ വേണ്ട. ഇരിക്കി. ആ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താൻ എന്താ ഉണ്ടിട്ട് എവളെ ജോലിക്ക് വിട്ടെ? ഇപ്പൊ എവള് ഇവിടെ ജോലിക്ക് വേണ്ട എന്താവശ്യമുണ്ട്? താൻ ഈ വാട്സപ്പിൽ പറഞ്ഞ ന്യൂസൊക്കെ കാണാറുണ്ടോ? ഏതോ ഒരു സ്ഥലത്ത് ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ഭാര്യയും ഭർത്താവിന്റെ കൂട്ടുകാരനും കൂടെ മറ്റേ പരിപാടി. സ്പോട്ട് രണ്ടിനെയും തട്ടി ഭർത്താവിനെ പോലീസ് അറസ്റ്റും ചെയ്തു. എനിക്കെന്ത്, ഞാൻ പറയാനുള്ള പറഞ്ഞു. എനിക്ക് വിശക്കുന്നുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു തരുമോ? ഇപ്പൊ എന്തായാലും പറ്റില്ല ബോബി. ബോബി ഒന്ന് എടുത്ത് കഴിക്കൂ, ഞാൻ കുറച്ച് തിരക്കില്ല. ആ ഓക്കെ.
ആ സൈൻ വേണം. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? കുഴപ്പമില്ല. ഭയങ്കര പണിയിലാണല്ലോ. ആ ഇന്ന് കുറച്ച് പണി കൂടുതലാണ്. ശരി. ഹലോ. ആ ബോബി, ഇന്ന് കുറച്ച് നേരത്തെ വരേണ്ടി വന്നേ. ബോബി നല്ല ഉറക്കമായിരുന്നു, അതാ ഞാൻ പിന്നെ വിളിക്കാതിരുന്നേ. ഫുഡ് ഞാൻ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്, ബോബി എടുത്ത് കഴിച്ചേക്കണേ. കിടക്കുന്നില്ലേ? ഇല്ല ബോബി, ബോബി കിടന്നു. എനിക്ക് 1-2 മെയിലൂടെ ചെക്ക് ചെയ്യാനുണ്ട്. നാളെ ഞാൻ എറണാകുളം വരെ ഒന്ന് പോകും. 2 ദിവസം കഴിഞ്ഞേ വരൂ. ഹലോ, ഡോക്ടർ മായ ഹിയർ. ഹലോ ഡോക്ടർ, ഞാൻ CI ശ്യാം. പറയൂ സർ. ഡോക്ടറിന് ബോബി എന്നൊരാൾ അറിയോ? ഞാൻ തുടക്കം മുതലേ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിനക്ക് ഈ അവസ്ഥ വരുമായിരുന്നോ? ബോബി കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ പേഷ്യൻ്റ് ആണ്. അയാൾക്ക് സ്കീസോഫ്രീനിയ എന്നൊരു രോഗമാണ്. അതായത് നമ്മൾ ഈ ഹാലൂസിനേഷൻ എന്നൊക്കെ പറയില്ലേ, ബോബിയുടെ കണ്ടീഷൻ വിഷ്വൽ ഹാലൂസിനേഷൻ ആണ്. റിയാലിറ്റിയിൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന അവസ്ഥ. അയാളുടെ ഈ രോഗം കാരണം ആളിപ്പോൾ ഒരു കൊലപാതകയാണ്. ഓ മൈ ഗോഡ്. ഭാര്യയും കൂട്ടുകാരനും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്നുള്ള സംശയമാണ് ഈ ക്രൈമിന് കാരണം. ആക്ച്വലി പേഷ്യൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ബോബിയെ അറിയാം. ഞങ്ങളുടെ വീട് പണി നടക്കുന്ന ടൈം ബോബിയുടെ അടുത്ത് നിന്നാണ് ഇന്റീരിയറിന് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തത്. ഹൗസ് വാമിങ്ങിന് ബോബിയും ദീപ്തിയും വന്നിരുന്നു. ബോബിക്ക് ഇങ്ങനൊരു രോഗം ഉണ്ടെന്ന കാര്യം മറ്റാരും അറിയരുതെന്ന് അയാൾക്ക് അത്രത്തോളം നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത്
ദീപ്തിയോട് പോലും പറയാതിരുന്നത്. ദീപ്തി ഒരു പാവം കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ ഡോക്ടർ, കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വിളിക്കും.